ബീഫിലെ കുറച്ചുകൂടി മസാല വേണം, മണം കുറവാ. എന്റെ മസാലയ്ക്ക് അളവ് പറയാൻ അവളാര്? പക്ഷെ അഴകളവുകൾ കീറ് കൃത്യം. പിന്നെ അല്ല, അങ്ങനെയുള്ളതിനല്ലേ ഞാൻ കൊണ്ടുവന്ന് ഇറക്കുള്ളൂ. ഏത് കുട്ടി എങ്ങനെ ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണാന്നാ ഓട്ടയിരുന്ന കൊച്ചു പറഞ്ഞ തമാശയായിട്ട് ചിരി 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 ചത്ത്. പക്ഷെ എനിക്ക് സംഗതി അപ്പോഴേ കത്തി. ഏത് ഗോൺ കേളാണെന്ന്. പിന്നെ കാര്യം നടക്കണമെങ്കിൽ ചുള ഇറക്കണം കേട്ടാ. ചുള എറിഞ്ഞ എന്ത്? ആയില്ല ഇതുവരെ. നീ പാഞ്ച് പറഞ്ഞിട്ട് 15 മിനിറ്റായി. ബീഫോ? അതിപ്പോ വത്സല ക്ലബിലെ അടുപ്പത്ത് കാണും. ദണ്ട് പൊട്ടി ആഘോഷം. ഓ, അതും കൊണ്ടായ അവന്മാര് തിന്നു തോറും മുമ്പേ പുതിയ ദണ്ടുങ്ങെത്തും. അവന്മാരൊരാഘോഷങ്ങള്. അബി ചിക്കൻ ലേലോ, ബാക്കി ഞാൻ കൊണ്ടുവരാം. ആ, നിന്നെ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഭയങ്കര ചിരിയും കളിയാണല്ല. നിന്റെ മറ്റൊന്നാട് വിട്ട് എന്റെ 5ാം വർഷം ആഘോഷിക്കണ. അച്ഛൻ അങ്ങനെ തോന്നിയെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അച്ഛന്റെ തോന്നലുകളൊക്കെ ശരിയായിട്ടേ ഉള്ളൂ. അവനൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം സാക്ഷാൽ മുരുകന് തന്നെ നിശ്ചയമില്ല മോളെ. മോള് സമ്മതിച്ച ഉടനടി മോളുടെ കല്യാണം നടത്താം. റിട്ടയർമെന്റിന് ശേഷം അച്ഛൻ കാണുന്ന ആദ്യത്തെ കല്യാണം മോളുടെ ആവണം. ആ, മോളുടെ കല്യാണം അച്ഛൻ മുടക്കിയെന്ന് ഇനി കേൾക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാം. ഹസോ ഹസോ, ഹാപ്പി അല്ലേ? ഓ, ഹാപ്പി. ഉറുമ്പത്തി. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ, ചിലപ്പോ എന്തെങ്കിലും കുറച്ചാലോ. ഡിസ്കൗണ്ട് തരാനേ അവള് ഹോൾസെയിൽ കടയായിട്ടിരിക്കല്ലേ. അല്ലാതെ പോണവിടുന്ന്. ആ പെൺകുട്ടി നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി മേലാൽ ഇത്രയും ചീപ്പ് ടോക്ക് എന്റെ അടുത്ത് പറയില്ല. അഴുത്തം തന്നെ പ്ലീസ്. സഖാവേ, മത്സരയുടെ ഫണ്ടിൽ എത്രയുണ്ട്? ബാക്കി പിന്നെ വേറെ ഒപ്പിക്കാം. വത്സലേരെ ഏത് ഫണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ക്ലബിന്റെ മെയിൻ്റെനൻസ് നടത്തിയിട്ട് അവസാനം എന്റെ ഭാഗത്ത് തന്നെ കാശിറങ്ങിയ അറിയാമോ? മെയിൻ്റെനൻസാ? എവിടെ? വല്ലപ്പോഴാ ക്ലബിൽ തന്നെ അറിച്ച കയറുന്നോണ്ട് ക്ലബിന്റെ കണക്ക് വെച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഈ ചിന്ന പൂച്ചേരും ഒരു കാര്യം, സീരിയസ് കാര്യം പറഞ്ഞാൽ വന്ന് കയറി തരും. ഒരു ക്ലബ്ബാകുമ്പോൾ അങ്ങനെ അനാവത്ത ചിലവുകൾ പലതും വരും. അതപ്പോൾ നമ്മൾ അങ്ങനെ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല.